അതുകൊണ്ടാണ് പൗലോസ് പറയണത് സൂര്യനുണ്ട്. എന്നിട്ട് പൗലോസ് പിന്നെയും പറയും, അതായത് എന്താ പറയണത്, സൂര്യൻ്റെ പ്രകാശം പോലെയല്ല ചന്ദ്രൻ്റെ പ്രകാശം. ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട്. എന്നിട്ട് പറയും ചന്ദ്രൻ്റെ പ്രകാശം പോലെയല്ല നക്ഷത്രങ്ങളുടെ പ്രകാശം. ആകാശത്ത് വേറെയും നക്ഷത്രങ്ങളുണ്ട്, എല്ലാത്തിനും ഒരേ പ്രകാശമല്ല. അവരവർ ആർജിക്കുന്ന കൃപയ്ക്ക്, ദാറ്റ് മീൻസ് അവരവർ ആർജിക്കുന്ന കൃപയ്ക്ക്, ക്രിസ്തുവിനെ അവർ വിറ്റ് വിലക്ക് വാങ്ങുന്ന ഈ സ്വർഗത്തിന് നിധിയായ എന്തുമാത്രം ക്രിസ്തുവിനെ നീ സ്വീകരിക്കാൻ കഴിഞ്ഞു, അതനുസരിച്ചാണ് നീ കൃപയുടെ സൂര്യനോ കൃപയുടെ ചന്ദ്രനോ കൃപയുടെ നക്ഷത്രങ്ങളോ കരിക്കട്ടയായി മാറണത് എന്ന് ലോകത്തോട് സത്യം പറയുന്ന പുസ്തകമാണിത്. ശ്രുതികട ഹല്ലേലൂയ. മത്സരമോ വ്യർത്ഥ അഭിമാനം കൊണ്ട് ദൈവരാജ്യം അവകാശപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അവകാശപ്പെടുത്തത്തില്ല എന്ന അർത്ഥം. ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇപ്പോഴേ ഈ രീതിയിൽ സംസാരിക്കണമെന്ന് അറിയാവോ? ഈ ദൈവകരുണയുടെ ഉമ്മാക്കി കാണിച്ചുകൊണ്ട് ലോകത്തെ നശിപ്പിക്കപ്പെടുന്നൊരു കാലമാണിത്. ഇപ്പം ജർമ്മൻ സഭയിൽ ഗേ സെക്സ് ബ്ലസ് ചെയ്തിരിക്കുകയാണ്. ആര്? മെത്രാന്മാർ. ഞാനൊരിക്കലും കരുതണില്ല അവർക്ക് രഹസ്യമായ പിന്തുണ എവിടുന്ന് കിട്ടിയിട്ടല്ല ഇത് ചെയ്യണതെന്ന്. ദാറ്റ് ഇസ് റോങ്. ഞാൻ ഈ അഭിസംബോധനകൾ എന്നും കാലത്തിൻ്റെ ചുവരെഴുത്തുകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടിയിട്ടുണ്ട്. ജർമ്മൻ മെത്രാന്മാരെ ദൈവകരുണയുടെ മുഖം മൂടി അണിഞ്ഞിട്ടാണ് ചില ആൾക്കാർ പ്രകൃതി വിരുദ്ധരെ വിവാഹം കഴിപ്പിച്ച് വിടുന്നത്. ഈ ദൈവകരുണ എന്നുള്ളൊരു വലിയ സംഭവമാക്കി എടുത്തതിന് ശേഷം ആ ദൈവകരുണയുടെ മറവിലും മാരക പാപങ്ങൾ ചെയ്യുന്ന ഒരു സഭ ഈ ലോകത്ത് രൂപപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ സാത്താൻ എത്രയോ ശക്തമായ രീതിയിൽ പ്രവർത്തനക്ഷമനാണെന്നൊക്കെ മനസ്സിലാക്കണം. ഇനി ഇത് അങ്ങോട്ട് കൃത്യമായ രീതിയിൽ ഇത് ശാസിക്കേണ്ട സ്ഥലത്ത് നിന്ന് ശാസിച്ച് ആ മെത്രാന്മാരെ തീർച്ചയായിട്ടും സഭയുടെ പുറത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ കളയണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രശ്നമാണ്. കാര്യം അമേരിക്കയിൽ ഈ സാധനം ഉണ്ട്. അപ്പോൾ അമേരിക്കയിൽ കുറേ മെത്രാന്മാരെ നമ്മൾ തീർച്ചയായിട്ടും സഭയിൽ സസ്പെൻഷനിലേക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ സഭ പിളരും. ഇതൊരു നിസ്സാരമായിട്ട് എൻ്റെ മക്കൾ കരുതരുത്. ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. വലിയ മഹാമാരിയാണ് നമ്മളെ ബാധിക്കാൻ പോണത്. കോവിഡ് ഇതിൻ്റെ മുമ്പിൽ നിസ്സാരമാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം ഇങ്ങനെ പല കോവിഡുകളെയും മനുഷ്യൻ പ്രതിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ആന്തരികമായി വന്നിട്ടുള്ള ഒരു നിലപാട് മാറ്റമാണിത്. ഇനി അംഗീകരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഗേ സെക്സിനെ അംഗീകരിക്കുന്നവർ ഇനി അവർക്ക് അംഗീകരിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. അബോർഷൻ ഇസ് നോ സിൻ, പ്രീമാരിറ്റൽ സെക്സ് ഇസ് നോ സിൻ. അപ്പോൾ അബോർഷനെ പാപമായി കരുതാത്ത കാര്യം ഇന്നത്തെ അബോർഷൻ്റെ പ്രശ്നം പോലുമില്ല. ആണും കൂടി ജഡികമായ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പിന്നെ അവിടെ അബോർഷൻ്റെ പ്രശ്നമില്ല. അപ്പം അബോർഷനെ അങ്ങനെയാണെങ്കിൽ നോ സിന്നായിട്ട് കാണേണ്ടി വരും. പ്രീമാരിറ്റൽ സെക്സിനെ നോ സിന്നായിട്ട് കാണേണ്ടി വരും. സോ വി ആർ ഗോയിങ് ടു ഹാവ് എ ചേർച്ച് ദാറ്റ് അഡ്മിറ്റ് അബോർഷൻ ആൻഡ് ഗേ സെക്സ്. മ്ലേച്ഛതകളുടെ അഥവാ സാത്താൻ പുണ്യമെന്ന് വിളിക്കുന്ന ഒരു പറ്റം മ്ലേച്ഛമായ ജീവിത രീതികളെ അംഗീകരിക്കുന്ന ഒരു സഭ ഇവിടെ ഉണ്ടാകും. സത്യസഭ അപ്പോഴിതിൽ നിന്ന് മാറി നിൽക്കുകയും അതിൻ്റെ സത്യവും വിശുദ്ധിയും പാരമ്പര്യവും സൂക്ഷിക്കുകയും ചെയ്യും. എന്തുമായിക്കോട്ടെ, നമ്മളുടെ കൂടുതൽ കാഷ്വാലിറ്റികൾ ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കേണ്ട ഒരു കാലമാണിത്. കൂടുതൽ കാഷ്വാലിറ്റികൾ ഉണ്ടാകാതിരിക്കുക ഇത് നിസ്സാരമല്ല. ഒരു പക്ഷേ നമുക്ക് 1967-70 ശേഷം 30,000 വൈദികരെ സഭ വിട്ടുപോകാൻ തീരുമാനിച്ച ഒരു കാലമുണ്ട്. എന്തുകൊണ്ടാണ് പോൾ ദ സിക്സ്ത് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടേണ്ടതാണെന്ന് പറയാൻ കാര്യം, വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ പ്രഖ്യാപിക്കുകയോ ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ
ഇത് സഭയുടെ ഈ വേദന മുഴുവൻ ഏറ്റെടുത്തൊരു മാർപ്പാപ്പയാണത്. വത്തിക്കാൻ സൂനദോസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ലോകത്തിലേക്കുള്ള വാതിൽ തുറന്നിട്ടപ്പോൾ അകത്ത് കയറിയ പൊടികൾ മുഴുവനും ശ്വസിച്ച് മരിക്കാനായി പോയ പാപ്പയാണ്. ഞാനതിനെ നിഷേധിക്കുകയില്ല. പ്രകാശം അകത്ത് കയറുമ്പോൾ തീർച്ചയായിട്ടും പുറത്തുള്ള പൊടികളും അകത്ത് കയറി കാണും. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ലല്ലോ. ലോകത്തിലേക്ക് നമ്മൾ സഭയെ തുറന്നിടുമ്പോൾ പ്രകാശം അകത്ത് കയറും, ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പൊടിയും അകത്ത് കയറും. ആ പൊടി മുഴുവൻ ശ്വസിച്ച ആളാണ് ഈ പോൾ ദ സിക്സ്ത്. എന്നിട്ട് ശ്വസിച്ച് ചുമച്ച് ശ്വാസം മുട്ടിയിട്ട് സഭയുടെ സത്യങ്ങളെ സാക്ഷ്യം വഹിച്ച മനുഷ്യനാണ് പോൾ ദ സിക്സ്ത്. കടിനിലെ മുണ്ടീനി വാഴ്ത്തപ്പെടാനാവട്ടെ എന്ന് ഇപ്പോൾ പറയാൻ തോന്നിപ്പോകുന്നു മനസ്സിലെ. അങ്ങനെ നിശ്ചയദാർഢ്യത്തോടെ പറയാനുള്ള ഒരു ആർജവത്വം പൊതുസഭയ്ക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. കാര്യം ഈ തെറ്റുകളെല്ലാം വന്നിരിക്കുന്നത് കരുണ എന്ന് പറയുന്ന ദൈവകരുണയെ ഹൈലൈറ്റ് ചെയ്യുകയും അതിൻ്റെ മറവിലെ മാരക പാപത്തിന് ലൈസൻസ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത സാത്താൻ്റെ സുവിശേഷമാണ് പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, ഒരു വിഭാഗത്തിൽ നിന്ന് പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗേ സെക്സ് ബ്ലസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ റോമ 1:29 നോക്കുമ്പോഴേ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഒന്നെങ്കിൽ റോമാ ലേഖനം ബൈബിളിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ബൈബിൾ അനുസരിച്ച് സഭയെ ക്രമീകരിക്കണം. എന്താ റോമ 1:29 പറയണത്? എന്താ? സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ എന്താണ് ഈ പങ്ക്തിയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് റെഫർ ചെയ്യാതെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് ഈ കാലത്തിൽ ഉറങ്ങിക്കഴിയാൻ പറ്റത്തില്ല. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ചെയ്ത കാര്യങ്ങൾ, ബൈബിൾ വിശുദ്ധ വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുന്ന പോലെ വരും. ഇങ്ങനെ എല്ലാവരും ഉറങ്ങിക്കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും സഭ പൂർണ്ണമായിട്ടും ഇങ്ങനെയുള്ള വഴിപിഴച്ച തിന്മയ്ക്ക് അടിപ്പെട്ടെന്നും വരും. നിങ്ങൾ നോക്കുക, റോമ 1:29 27 തൊട്ട് വായിക്കാം. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകരകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതാണ് റോമ 1:27. ഈ ലജ്ജാകര കൃത്യങ്ങളെയാണ് ഇപ്പോഴേ സാക്രമെൻ്റായിട്ട് ആശീർവദിച്ചെന്ന് കേൾക്കണത്. ആശീർവദിച്ചെന്ന് പറയുമ്പോൾ സാക്രമെൻ്റ് ആയിരിക്കുമല്ലോ, നിഷേധിക്കാൻ പറ്റുമോ? അതായത് വരപ്രസാദത്തിൻ്റെ വിഷയം ഇതിനകത്ത് വരും. എന്താണ് കാര്യം? അതായത് കാണപ്പെടാത്ത ദൈവവരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോ മിശിഹ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളം കൂദാശയാകുന്നു. ഇതിനെ ബ്ലെസ് ചെയ്തെന്ന് പറയുമ്പോൾ ഇനി അവർ സാക്രമെൻ്റലായിട്ടാണ് അത് ചെയ്തതെന്ന് നമുക്കറിയത്തില്ല, പഠനങ്ങൾ കൂടുതൽ ആവശ്യമുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് വരപ്രസാദം കിട്ടുമെന്നാണ് ചില ആൾക്കാർ ധരിക്കുന്നത്. ലജ്ജാകര കൃത്യങ്ങൾക്ക് വരപ്രസാദം കിട്ടുകയാണെങ്കിലേ സത്താം വർഷിപ്പിനും വരപ്രസാദം കിട്ടുമല്ലോ. കാര്യങ്ങൾ ഇവിടം കൊണ്ട് പിടിച്ചാൽ കിട്ടത്തില്ല ഈ സംഭവം. അതാണ് സംഭവം. അതായത് ലജ്ജാകര കൃത്യങ്ങളെന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് ബൈബിള്. അതിന് വരപ്രസാദം കിട്ടാൻ വേണ്ടിയാണല്ലോ ഈ ആശീർവദിച്ചെന്നൊക്കെ പറയണത്. അങ്ങനെ പിന്നെ സത്താം വർഷിപ്പിനെയും ആശീർവദിക്കേണ്ടി വരും. ലോകത്തിലുള്ള എല്ലാ മ്ലേച്ഛ ലജ്ജാകര കൃത്യങ്ങളെ ആശീർവദിക്കേണ്ടി വരും. അപ്പോൾ സംഭവം ഇവിടെ കൊണ്ടൊന്നും നിൽക്കത്തില്ല. അടിയന്തരമായിട്ട് CBCI കൂടിക്കൊണ്ട്, KCBC ആദ്യം കൂടി, പിന്നെ CBCI കൂടിയിട്ട് സഭയുടെ വ്യക്തമായ നിലപാട് ഇന്ത്യൻ സഭയോട് പറയാനൊക്കെ ഇന്ത്യയിലെ മെത്രാന്മാർ ബാധ്യസ്ഥരാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
28 റോമ 1:28 ദൈവത്തെ എന്തുകൊണ്ടാണ് ഇത് അനുചിതമായി മാറണമെന്ന് ചോദിച്ചാൽ, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അതാണ് സംഭവം. അവരവരെ വിട്ടുകൊടുത്തതല്ല, ദൈവത്തെ അംഗീകരിക്കണം. അതായത് ഇതെല്ലാം ഞാൻ എന്താ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ പറയണത് പോലെ ചെയ്യാവുന്നതാണ് നമ്മൾ ഉടമ്പടിയിൽ എഴുതിയിരിക്കുന്നത്. അത് അനാദികാലം മുതൽ ഹവ്വ വീഴാനും ആദം വീഴാനും കയൻ വീഴാനും കാരണം അവന് പറയണ പോലെ ചെയ്യാതിരുന്നത് കൊണ്ടാണ്. അവൻ പറയണത് പോലെ ചെയ്യാത്തതാണ് ഉടമ്പടിയുടെ പാപമെങ്കിൽ അതിനെക്കുറിച്ചാണ് റോമ 1:28 പറയണത്, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതിയ നിമിത്തം. ദാറ്റ് മീൻസ് അവൻ പറയണത് പോലെ ചെയ്യുന്നത് പോരായ്മയായി കരുതിയത് നിമിത്തം. ക്ലിയർ അല്ലേ? ഇത് ഉടമ്പടിയോടെ കണക്റ്റഡാണ് ഈ വചനം. എന്താ പറയണത്? റോമ 1:28 ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം. അതായത് അവൻ പറയണ പോലെ ചെയ്യുന്നത് പോരായ്മയായി കരുതിയത് നിമിത്തം. എന്ത് സംഭവിച്ചു? അധമവികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അതുകൊണ്ട് റോമ 1:29 അവർ എല്ലാ തരത്തിലുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും. വലിയ ബുദ്ധിയുള്ളവരെയാണ് ദൈവം ഇവിടെ ബുദ്ധിഹീനരെന്ന് വിളിക്കുന്നത്. ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരുമായി തീർന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ്. അവ ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവ ചെയ്യുന്നു. മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ ഗേ മാരേജ് നമ്മൾ അംഗീകരിക്കാത്തതിൻ്റെ കാരണം. അംഗീകരിച്ചാലും അത് ചെയ്യുന്നവരുടെ അതേ പാപം തന്നെയാണ് നമുക്കുള്ളത്. ഗേ സെക്സ് ചെയ്യുന്ന ആൾക്കാരുടെ അതേ പാപം തന്നെയാണ് അതിനെ അംഗീകരിക്കുന്നവർക്കും ഉള്ളത്. ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് ദ സ്പിരിറ്റ് ഓഫ് ദി ഗോസ്പൽ ആൻഡ് ഇസ് എ സിൻ. ഉടമ്പടി പ്രകാരമുള്ള ഏറ്റവും വലിയ പാപമാണ് അവൻ പറയണ പോലെ ചെയ്യാത്തത്. ശ്രുതികട ഹല്ലേലൂയ. ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. സൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും അവിടെ കരുണാദ്രമായ കരങ്ങളാൽ നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന സമയമാണ്. കർത്താവേ, ഇന്നുവരെ കൃപാസനത്തിൽ കടന്നു വന്ന് ഉടമ്പടി ചെയ്തിട്ടുള്ള എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകമായ ജീവിത സമ്മർദ്ദം കൊണ്ട് ഉടമ്പടി വിട്ടുപോയവരെയും സമർപ്പിക്കുന്നു. അവരെല്ലാം പ്രത്യക്ഷ പ്രാർത്ഥന മനസ്സാപ്രകടനം ചൊല്ലിക്കൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി പഴയ പതുക്കെ ഉടമ്പടിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകം കോവിഡ് രോഗികൾ ശ്വാസം കിട്ടാതെ ഓക്സിജൻ പോലും ഇല്ലാതെ ഈ രാജ്യത്ത് മരണത്തോടും മല്ലടിക്കുന്നുണ്ട്. പലപ്പോഴും പല കാര്യങ്ങൾ കാണുമ്പോഴേ ഭരണത്തിലിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാമെന്നുള്ള വ്യവസ്ഥിതിയിൽ ഭരണഘടനയത്തോട് സത്യം പ്രതിജ്ഞ ചെയ്തവരെ അവർ ഈ വിഷയത്തിൽ നിസ്സഹായരെ പകച്ചു നിൽക്കണം. കർത്താവേ, കാര്യം മനുഷ്യൻ്റെ കഴിവിനും അപ്പുറത്താണ് കോവിഡിൻ്റെ ആക്രമണങ്ങളും സംഹാര താണ്ഡവും. കർത്താവേ, ഞങ്ങൾ നിസ്സഹായരായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കഴിവല്ല കർത്താവ്, നിന്റെ കൃപ കൊണ്ട് ലോകത്തെ കോവിഡ് വിമുക്തമാക്കാമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ധൈര്യപൂർവം നമ്മൾ കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടത് വിശ്വാസം നൽകുന്ന ധൈര്യമാണ്. ഈ ധൈര്യപൂർവം ഹൃദയ രോഗമുള്ളവരെ ഹൃദയത്തിലേക്ക് കൈവെക്കണം. കരൾ രോഗമുള്ളവരെ കരളിൻ്റെ അവിടെ കൈവെക്കണം. 10,000 കർത്താവ് സുഖപ്പെടുത്തിയിട്ടുള്ള അമ്മ മാതാവ് ജീവനുടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലാണ് ദിവ്യകുർബാനയുടെ ആരാധനയുടെ സാന്നിധ്യത്തിലെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥരി പ്രാർത്ഥന വരുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. തൈറോയ്ഡ് ഉള്ളവരെ തൊണ്ടയിൽ കൈവെക്കണം. സ്പോണ്ടിലോസിസ് ഉള്ളവരെ പിൻകഴുത്തിൽ കൈവെക്കണം. തലവേദന ഉള്ളവരെ നെറ്റിയിൽ കൈവെക്കണം. ഉദരരോഗമുള്ളവരെ, ഉദരത്തിൽ സിസ്റ്റമുള്ളവരെ, ഗർഭാശയത്തിൽ മുഴയുള്ളവരെ, കിഡ്നിയിൽ കല്ലുള്ളവരെ, പ്ലീഹായിൽ കല്ലുള്ളവരെ ഒക്കെ ആ മേഖലകളെല്ലാം, അൾസർ രോഗികളെല്ലാം ആ മേഖലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അടിയൻ 35 വർഷമായി അർപ്പിച്ച കുർബാനയെ ഇപ്പോൾ അനുസ്മരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നെ മാത്രം ലോകത്തിലെ നാഥനും രക്ഷകരുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് കൃപാസനത്തിൽ നടന്നിട്ടുള്ള മുഴുവൻ മിഷൻ പ്രവർത്തനങ്ങളെയും അങ്ങ് ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധമായ വലതുകരം, നിന്റെ ആനപ്പെടുതാർന്ന വലതുകരം, നിന്റെ അത്ഭുതകരമായ വലതുകരം കർത്താവേ, ഇപ്പോഴും രോഗശാന്തിക്ക് വേണ്ടി നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും കർത്താവേ നീ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുടിക്കൊഴിയുന്ന രോഗികൾ മുതൽ കർത്താവേ, നഖം കർത്താവ് കിട്ടുപോകുന്ന രോഗികൾ ഉള്ളം കാലം മുതൽ ഉച്ചവരെ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തം കരുണയുടെ പ്രവാഹമായി ആന്തരിക അവയവങ്ങളെ, കോശങ്ങളെ, അസ്ഥികളെ, ഞരമ്പുകളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രുതിയുടെ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ രോഗമില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാണ്ടിരിക്കരുത്. ഈ രോഗമുള്ള നിങ്ങൾ അറിയാവുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശത്രുക്കൾക്കാണെങ്കിലും നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം. കാര്യം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് പൊട്ടിയൊലിക്കുന്ന രോഗികൾക്ക് വേണ്ടിയാണ്. കർത്താവ് ഇവിടെ കാണിച്ചു തന്നതുകൊണ്ടാണ് അത് പറയണത്. പൊട്ടിയൊലിക്കുന്ന രോഗികൾ എന്ന് പറയുമ്പോൾ ഒലിപ്പ് രോഗികൾ എന്ന് വെച്ചാൽ ചിലർക്ക് കുരുക്കളൊക്കെ വന്നിട്ട് കുരുക്കളിങ്ങനെ പൊട്ടി ചോരം അതിൽ നിന്ന് വന്നു ചരമൊക്കെ വന്നുകൊണ്ടിരിക്കും, വെള്ളം വന്നുകൊണ്ടിരിക്കും. ചിലർക്ക് മൂത്രം ഇങ്ങനെ അറിയാതെ പോയിക്കൊണ്ടിരിക്കും, ചിലർക്ക് മലം പോയിക്കൊണ്ടിരിക്കും, ചിലക്ക് രക്തം പോയിക്കൊണ്ടിരിക്കും, ചിലക്ക് ഇതുപോലെ തന്നെ ഇതില്ലേ വെള്ളപ്പൊക്കിൻ്റെ അസുഖം ഉണ്ടാകും, വൈറ്റ് ഡിസ്ചാർജ്. ഇങ്ങനെ ശരീരത്തിൽ നിന്ന് ചിലക്ക് കണ്ടർമാനം ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പരീക്ഷ എഴുതാൻ പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കൈ വേർത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ വിയർപ്പ് രോഗികളെ കുരുക്കളും ക്യാൻസറും പൊട്ടും ചീറ്റും അപകടത്തിൽപ്പെട്ടിട്ട് മുറിവുകൾ, ഉണങ്ങാത്ത മുറിവുകൾ, ഏത് വിധേനയും ശരീരത്തിൽ നിന്ന് രക്തം വെള്ളമായോ പഴുപ്പായോ ഒലിപ്പായോ പുറത്തേക്ക് വരുന്ന എല്ലാ രോഗികളെയും വിശുദ്ധമായ രക്തത്താൽ കഴുകുന്ന അതിശക്തമായ സ്വർഗീയ ഇടപെടലിൻ്റെ സമയമാണ്. ഇതിനെ സാക്ഷി നിൽക്കുന്നത് എല്ലാ മാലാഖമാരും രക്തസാക്ഷികളുമാണ്. ഇതിനെ മധ്യസ്ഥം നിൽക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയം, കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ കന്യാമറിയം. ഇത് കൈനീട്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നിങ്ങളെ ആശ്വസിപ്പിച്ച് സൗഖ്യപ്പെടുന്നത് കർത്താവ് യേശു ക്രിസ്തു, ത്രിത്വത്തിൻ്റെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ. അതിന് ഭാവുകങ്ങൾ നേരുന്നത് പരിശുദ്ധാത്മാവും പരമപിതാവും. കർത്താവെ, അങ്ങയുടെ ഒരു വിറക് കൊള്ളി പോലോടെ ഇരിക്കുന്ന മനുഷ്യനാണ് ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രോഗം സഹിക്കാനാവാതെ, രോഗം താങ്ങാനാവാതെ, രാത്രി ഉറക്കം പോലും ഇല്ലാതെ, ഭക്ഷണം കഴിക്കാൻ പോലും തോന്നാതെ, ശരീരം മുഴുവൻ ചലമായി, ചെളിയായി, പഴുപ്പായി, ചോരയുടെ മണമായി, പഴുപ്പ് പിടിച്ച് കർത്താവ് ദുർഗന്ധം പേറുന്ന മക്കളെ കണ്ടപ്പോൾ കർത്താവെ, നീ പലപ്പോഴും അവരോട് ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. കർത്താവെ, ഈശോയെ, ആശ്വാസവും കരുണയും എക്കാലത്തും കർത്താവെ ഈ ലോകത്തും മനുഷ്യരാശിക്ക് നിന്റെ നാമത്തിൽ കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് മെമ്മറി ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നീ പൗരോഹിത്യം സ്ഥാപിച്ചത്, ആ പൗരോഹിത്യത്തിൻ്റെ കർത്താവ് സ്ഥാപന അധികാരത്താൽ
യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ കർത്താവ് സാത്താനെ തകർത്ത് കളഞ്ഞ് ലോകത്തെ സൂക്ഷ്മമാക്കിയ മനുഷ്യന്റെ പ്രകൃതിയുടെ നല്ല ബലഹീനതയും ഉൾക്കിരീടമായി കുരിശായി തന്നിലേക്ക് ഏറ്റെടുത്ത അങ്ങയുടെ കരുണയുടെ നാമത്തിലെ നാം പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിലെ ഉള്ളംകാലം മുതൽ ഉച്ചവരെ ഉണ്ടായിട്ടുള്ള മുഴുവൻ ചലരോഗങ്ങള്, രോഗങ്ങള്, രക്തരോഗങ്ങള്, മൂത്രാശ രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, പരിക്കൽ രോഗങ്ങള്, കുരുക്കളുടെ രോഗങ്ങള്, ശരീര രോഗങ്ങള്, ചിരങ്ങ് രോഗങ്ങള്, ചുഴക്ക് രോഗങ്ങള് യേശുവിന്റെ നാമത്തില് ഇപ്പോഴേ വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴേ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്കറിയാം, നമ്മൾ വല്ലാത്ത നമ്മുടെ മനസ്സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലമാണിത്. ഞാനിപ്പോഴും അധികാരികൾക്ക് വേണ്ടിയും ആരോഗ്യ പ്രവർത്തകർക്കും വേണ്ടിയാണ് ഇപ്പോഴേ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചത്. അധികാരികൾ സന്മനസ്സുണ്ടെങ്കിലും നമ്മളുടെ സന്മനസ്സിനൊക്കെ അപ്പുറത്താണ് വിഷയങ്ങൾ സംഭവിക്കുന്നത്. ഒരു കൈ വിട്ടു പോയിരിക്കുന്ന ഒരവസ്ഥ. ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ലോകത്തോട്. ഞാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം യേശുക്രിസ്തുവിൽ കരുതി വെച്ച കരുതൽ കൃപയെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ കാരണം മനുഷ്യനടിക്കടി സഭയിലുള്ളവർ പോലും അവിശുദ്ധമായ ആശീർവാദങ്ങൾ നടത്തുമ്പോൾ ഇനി ആശ്രയം ലോകസ്ഥാപനത്തിന് മുമ്പുള്ള കരുതൽ കരുണയാണ്. അത് കർത്താവ് യേശുക്രിസ്തുവായി നമ്മൾ മുമ്പിൽ നിൽക്കുമ്പോഴേ കർത്താവാണ് കരുണയുടെ അടിസ്ഥാനം. കർത്താവെ, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളുടെ പാപങ്ങൾ എന്ത് തന്നെ ആയാലും, ഞങ്ങളുടെ അവസ്ഥകൾ ഏത് തരത്തിലേക്ക് ലോകത്തെ നയിക്കപ്പെട്ടാലും കർത്താവെ, അങ്ങ് മറന്നു പോകരുത് കർത്താവെ. അങ്ങനെ തിരുമുറിവിനെ മറന്നു പോകരുത് കർത്താവെ. അങ്ങയുടെ മുൾക്കിടത്ത് മറന്നു പോകരുത് കർത്താവെ. അങ്ങനെ തിരുവിഴാലും മുറിവിനെ മറന്നു പോകാതെ കർത്താവെ, ഈ ലോകത്തോട് കരുണ തോന്നണമേ. ദിവ്യകാരുണ്യമേ, യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. മുട്ടനിക്കുക മക്കളെ, എല്ലാവരും ഓൺലൈനിലുള്ള എല്ലാവരും മുട്ടനിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങൾ, ഓൺലൈൻ ഉടമ്പടി ആയാലും തീർത്ഥാടന ഉടമ്പടി ആയാലും അമ്മയുടെ മധ്യസ്ഥം സമർപ്പിച്ച വിഷയങ്ങളും, ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ അവരിന്ന് അനുഭവിക്കുന്ന പ്രത്യേക പ്രയാസങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഇപ്പോഴേ ഈശോയ്ക്ക് സമർപ്പിക്കുക. മൗനമായി പ്രാർത്ഥിക്കുക. ജോലിയില്ലാത്തവർ, കുഞ്ഞുങ്ങളെ എങ്ങനെ പോറ്റുമെന്നറിയാൻ പാടില്ലാത്തവർ, സർക്കാരിൻ്റെ കിറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്നറിയാൻ പാടില്ലാത്തവർ, ഒറ്റപ്പെട്ടു പോയവർ, കൂടപ്പിറപ്പുമാർ രോഗികളായി മാറുമ്പോൾ അവരെ കാണാനോ അടുക്കാനോ സ്വന്തം വിശപ്പ് മാറ്റാനോ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ ഒന്നും പറ്റാതെ വലിയ വലിയ ആത്മവിശ്വാസമെല്ലാം ഉണ്ടായിരുന്നവരെ അതെല്ലാം തകർന്ന് തരിപ്പണമായി ഒന്നിനും ഉപകരിക്കാത്ത അവസ്ഥയിൽ മനസ്സിടിഞ്ഞു പോയവരെ കർത്താവ് ഇപ്പോൾ സമർപ്പിക്കുന്നു. കർത്താവ്, ജോലിയില്ലാത്തവർ, വിവാഹമൊത്ത് വരാത്തവർ, മക്കളില്ലാത്തവർ, വീട് സ്ഥലവുമില്ലാത്തവർ, കുഞ്ഞുങ്ങൾ വഴിപിടിച്ച് പോയവർ, തെറ്റായ ബന്ധത്തിൽ അകപ്പെട്ടു പോയവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കൃപാസനത്തിൻ്റെ ശുശ്രൂഷകൾ ഓരോ നിമിഷം കൂടുകയും അത് ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തുമൊക്കെ സുവിശേഷ വേലയിൽ പങ്കാളികളാകുന്നവരെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ രക്തസ്രാവ രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട്. 9 വയസ്സുള്ള 7 വയസ്സുള്ള പെൺകൊച്ച്, അവർ വെള്ള നിക്കർ മാത്രമേ കുടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. കിടപ്പാണ്, എപ്പോഴും മരന്ന് കിടക്കും, കാലും പൊക്കി കൈയും പൊക്കി, തലപൊങ്ങി വരത്തില്ല. മകളെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരസ്ത്രം പോലെ എന്തോ പാഞ്ഞു പോണ പോലെ വെറുപ്പോ വിദ്വേഷമോ ഉള്ളവരെ, ശത്രുത മനസ്സിൽ സൂക്ഷിക്കുന്നവരെ അത് കർത്താവിന് വിശുദ്ധമായ രക്തത്തെ കഴുകി ഏകപക്ഷീയമായി ക്ഷമിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ, കമ്പനികൾ, കടകൾ, കമ്പോളങ്ങൾ, ജീവിത മാർഗങ്ങൾ എല്ലാം തുറന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാട ചൂടിയിട്ടുള്ളവരെ, ശരീരത്തിൽ എവിടെയൊക്കെ ഇങ്ങനെ ആവശ്യത്തിന് കടുത്ത പാട ചൂടുന്നവരെ, ശരീരത്തിലെ കടുത്ത പാട ചൂടിയിരിക്കുന്ന കാരണം
മക്കളില്ലാത്തവരുണ്ടാകും. അതുപോലെ തന്നെ നീര് കെട്ടിയവരും ശരീരത്തിൽ ഹിഡിനെസ് അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. അവരെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടത് പതകിനെ ഇങ്ങനെ ബൾജ് ചെയ്ത് വന്നിട്ട് അത് കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. താക്കോലുകൾ കർത്താവ് കാണിക്കുന്നുണ്ട്. ബന്ധനങ്ങൾ അഴിച്ചു മാറ്റുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നുണ്ട്. വിശുദ്ധമായ ബന്ധങ്ങളിലാണ് ഇടപെടേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിശുദ്ധമായ ശാരീരിക ബന്ധം ഏർപ്പെട്ടിരിക്കുന്നവർ പിന്മാറാൻ വേണ്ടി ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. കർത്താവേ, നിന്റെ വലതുകരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവരെയും വിവാഹത്ത് വരാത്തവരെയും മക്കളില്ലാത്തവരെയും മത്സര യോഗ്യതാ പരീക്ഷകളിൽ എഴുതിയിരിക്കുന്നവരെയും റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെയും തോറ്റുപോയവരെയും അവർക്കെല്ലാം എൻ്റെ മറുകൃതികൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് കർത്താവ് രക്ഷപ്പെടാൻ എന്ത് മാർഗം എന്നറിയാത്ത കുടുംബത്തിൽ മനസ്സ് കുഴഞ്ഞു നിൽക്കുന്നവരെ, കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര വൈരാഗ്യവും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കുടുംബ അസമാധാനമായിരിക്കുന്നവരെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞു കഴിയുന്നവരെ, ഒരുമിച്ച് താമസിച്ചിട്ടും പിരിഞ്ഞു കഴിയുന്ന പോലെ മാനസികാവസ്ഥയിൽ കഴിയുന്നവരെയും, മാതാപിതാക്കന്മാരെ പുച്ഛത്തോടെ എതിർപ്പോടെയും കാണുന്ന മക്കളുടെ മേൽ കർത്താവേ വിശുദ്ധരത്വം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം നിലയിൽ പണവും വിദ്യാഭ്യാസമായി കഴിഞ്ഞപ്പോൾ കുടുംബത്തിൻ്റെ വരുതിയിൽ വരാതെ സ്വന്തം ലോകത്ത് തെറ്റായ പാപജീവിതം നയിക്കുന്നവരെ ഇപ്പോൾ വിശുദ്ധരത്വത്താൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആഭിസാര പ്രവൃത്തികൾ, കുടിലതന്ത്രങ്ങൾ, താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് കൂടുവത്തരങ്ങളും ആഭിചാര പ്രവൃത്തികൾ ചെയ്യുന്നവരെ യേശുക്രിസ്തു നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവിളി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമർപ്പണ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കൃപാസനത്തിലെ മരിയൻ പാരിഷൻ മിഷണറീസ് എന്ന രീതിയിൽ സമർപ്പിതരുടെ ഒരു ശുശ്രൂഷ സമൂഹം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, അതിന് താല്പര്യമുള്ളവർ ഡിഗ്രി പാസ്സായവർക്ക് കൃപാസനം KLVR അതുപോലെ തന്നെ കൃപാസന ഫോൺ നമ്പറിലേക്ക് വിളിച്ചറിയിക്കാവുന്ന ഇപ്പോൾ ഓർപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. അമ്മ മാതാവിൻ്റെ അപേക്ഷനെക്കുറിച്ച്, പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഈ ശുശ്രൂഷ ഇപ്പം തന്നെ ഷെയർ ചെയ്യേണ്ടതാണ്. നിങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ശുശ്രൂഷ നിങ്ങളുടെ എല്ലാ ഫണ്ട്സിനും കിട്ടാൻ വേണ്ടി സുവിശേഷ വേലയായി കർത്താവിനെ അറിയാനോ അറിഞ്ഞവരെ ആഴപ്പെടുത്താനോ വേണ്ടി ഇപ്പോൾ ഷെയർ ചെയ്യേണ്ടതാണ്. ഈ ശുശ്രൂഷ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി തൊട്ട് മരിയൻ വണക്കമാസവും, എല്ലാ ദിവസവും രാവിലെ 9 മണി തൊട്ട് ഈ ശുശ്രൂഷ ചാനലിൽ നിങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് അഖണ്ഡ ജപമാലയും അതുപോലെ സാക്ഷ്യ ശുശ്രൂഷയും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്യാത്തവർ ഇപ്പം തന്നെ ഈ ശുശ്രൂഷ ഷെയർ ചെയ്യുക. സമാപന ആശീർവാദത്തിലേക്ക് നമ്മൾ കടക്കുന്നു. മൗനമായി പ്രാർത്ഥിക്കുക. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് ഇന്നലെ ആരംഭിച്ചു നന്മ നിറഞ്ഞ മറിയം, അതായത് ലോകത്തിലുള്ള എന്നൊരു സീരിയല് നമ്മുടെ ഗുഡ്നസ് TV ആരംഭിച്ചിരിക്കുകയാണ്. ഞാനാണത് ആങ്കർ ചെയ്യുന്നത്. ദയവായി എല്ലാവരും അത് കാണണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഗുഡ്നസ് TVയിൽ എല്ലാ തിങ്കളാഴ്ച രാത്രിയും 9 മണിക്ക് ലോകത്തിലുള്ള മാതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെ ലോകത്തിലുള്ള മുഴുവൻ പ്രത്യക്ഷീകരണങ്ങളെ ഓരോ ആഴ്ചയിലും ലൂർദ്, ഫാത്തിമ, ലസാലറ്റ്, സർഗോസ, അങ്ങനെ കൃപാസനം ഉൾപ്പെടെയുള്ള എല്ലാ പ്രത്യക്ഷീകരണ ഇടങ്ങളെയും അതിൻ്റെ ദൈവിക വെളിപാടുകളെയും ദൈവിക ആവശ്യങ്ങളെയും ദൈവിക ഇടപെടലിനെയും സന്ദേശങ്ങളെയും എല്ലാം വ്യാഖ്യാനിച്ചുകൊണ്ട് അതിമഹത്തായ ഒരു ശുശ്രൂഷ ചാനലാണ് നന്മ നിറഞ്ഞ മറിയ.
എല്ലാ തിങ്കളാഴ്ചയും 9 മണിക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് കൂടണമെന്ന് കാണണമെന്ന് കൂടി പ്രത്യേകം ഓർപ്പിക്കുന്നു. സമാപന ആശീർവാദം സ്വീകരിക്കാം. ഈ ഉടമ്പടി ധ്യാനത്തിൽ ലോകം മുഴുവനും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും തീവ്രമായ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you Jesus. Hallelujah. ആരാധന, ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ 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 പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.